ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ല ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരാണുങ്ങൾ വന്നിരുന്നു. ആളും തടിയുണ്ട്, പിന്നെ ഓൾമോസ്റ്റ് ഞാനും തടിയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. പക്ഷേ അങ്ങനെ കൈ വെച്ചാൽ തട്ടും, മനസ്സിലായോ? കാണിച്ചു തരാം. ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ തട്ടും. കുറച്ചുകൂടി ഞാൻ കയറിയിരിക്കുന്നത് നല്ലത്. അപ്പം കൈ വെച്ചാൽ ഇങ്ങനെ തട്ടും എൻ്റെ ദേഹത്തേക്ക്. അങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുണ്ട്. ഞാൻ ഒതുങ്ങി കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് നല്ല ഉറക്കം. ഇങ്ങനെ ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ ഇയാളെ ഇങ്ങനെ നോക്കുകയാണ്. ഇയാളെ കൈ എവിടെയാണ്? രണ്ട് കൈ ഞാൻ നോക്കുക. എന്തിനീ ഞാൻ നോക്കണമെന്ന് എനിക്കറിയില്ല. രണ്ട് കൈ ഞാൻ ഇയാളെ നോക്കുകയാണ് കേട്ടോ. അപ്പം അയാളെ കൈ അവിടെ തന്നെയുണ്ട്. വീണ്ടും ഞാൻ നല്ല ഉറക്കം. വീണ്ടും ഇത് തന്നെ നോട്ടം. അവസാനം ഉണ്ടല്ലോ, പിന്നെ എൻ്റെ ഈ നോട്ടം മൊത്തം കണ്ടിട്ട് എനിക്കൊരു എത്ര തവണ ഞാൻ നോക്കിയെന്ന് എനിക്കറിയില്ല. അയാൾ എവിടെ ഇറങ്ങിയെന്നും എനിക്കറിയില്ല. അയാളെ ഫേസ് ഒരു മൈന്യൂട്ടായിട്ടൊരു ഓർമ്മ, അത്രയേ ഉള്ളൂ. വലിയ ഏജൊന്നുമില്ല. ആൾക്കൊരു 32 ആ ഒരു ഏജൊക്കെ വരുള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അയാൾ കൈ വെച്ചേക്കുന്നത് ഇങ്ങനെ. എന്നിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ അയാൾ എനിക്ക് കാണിച്ചു തരുന്നത് എൻ്റെ അടുത്ത് ഉണ്ടെന്ന്. വീണ്ടും ഇങ്ങനെ വെച്ചേക്കുന്നത്. വീണ്ടും ഞാനിതിൽ ഞെട്ടി എണിച്ച് നോക്കുമ്പോൾ അയാൾ വീണ്ടും എൻ്റെ അടുത്ത്, അതായത് ഈ നോക്കിയ രണ്ട് കൈ ഞാൻ തലയെ വെച്ചേക്കാണ്. വേറെ വല്ല ആണുങ്ങളായിരുന്നു എന്നെ തെറി വിളിച്ച് കൊന്നേനെ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പേടിച്ചത്. എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലാത്തതാണ്. കാരണം എന്നെ ടച്ച് ചെയ്തോട്ട് കൂടിയില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ കോളറിൽ തന്നെ കുത്തിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിർത്തും, മനസ്സിലായോ? അങ്ങനെ അവൻ പൊങ്ങൂലായിരിക്കും, എന്നാലും ഞാൻ പിന്നെ മൂക്കെങ്കിലും ഇടിച്ചാൽ തകർക്കും. പിന്നെ പക്ഷേങ്കിൽ ഞാൻ എന്താ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് പോലും അറിയില്ല. പാവം പിടിച്ച അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായില്ലേ. നിങ്ങളാ വീഡിയോ കാണുകയാണെങ്കിൽ സോറി, 1000 സോറി. എനിക്കറിയില്ല. ഞാൻ എന്തോ വല്ല പ്രേതം കൂടി ഇതാണാമോ? ഞാനെന്തിനാ ചുമ്മാ ഇരുന്ന മനുഷ്യനെ സംശയിക്കുന്ന പോലെ ആയിപ്പില്ല. ഒന്ന് ആലോചിച്ച് അയാളെ എത്ര ഇൻസൾട്ട് ചെയ്തല്ലേ ഞാൻ. വെറുതെ ഇരുന്ന ആളെ ഞാൻ അയാളെ കൈ അത് എത്തി വലിയ രണ്ട് കൈ ഉണ്ടോ നോക്കുന്നത്. പിന്നെ വേറെ വല്ല ആണുങ്ങളാണ് എന്നെ എണീച്ചെന്ന് തെറി വിളിച്ചിട്ട് പോയേനെ. ഏതോ നല്ല മനുഷ്യനായതുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല. കൈ മാത്രം ഇങ്ങനെ കാണിച്ചു. എൻ്റെ കൈ എൻ്റെ തലേൻ്റെ മുകളിൽ തന്നെ ഉണ്ടെന്ന്. ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവുണ്ടാവും എനിക്ക് പേടിയായിരിക്കുമെന്ന്. അതായിരിക്കും കേട്ടോ. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നോ. ചിലപ്പോൾ ഫുള്ള് ക്ഷീണം കൊണ്ട് ഉറങ്ങല്ലേ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ ചേട്ടനോടെ നോക്കിയായിരിക്കും. അല്ലാണ്ട് ചേട്ടനെ ഞാൻ തെറ്റായി കണ്ടാവുന്നുണ്ടല്ല. എന്തെങ്കിലും ഒരിക്കലൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടൻ വിചാരിക്കും, ഓല്ലേ അവളല്ലേ ഇവള്. കൊല്ലാനുള്ള ദേഷ്യം ആർക്കായാലും തോന്നും അല്ലേ. വേറെ ഏത് ആണുങ്ങളാണെങ്കിലും തല്ലിക്കൊന്നതിന് തന്നെ. എനിക്ക് ആളെ മുഖം പോലും ഓർമ്മയില്ല. ലൈറ്റ് ഓഫ് ആക്കിയില്ലേ. മുഖം മൈന്യൂട്ടായിട്ട് ഞാൻ കണ്ടുവന്നേ ഉള്ളൂ. നല്ലൊരു മനുഷ്യൻ. പാവം എവിടെയോ ഇറങ്ങിപ്പോയി. എൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എന്നോട് സഹിച്ചിട്ട് വേറെ സീറ്റിൽ കയറി ഇരുന്നോന്ന് അറിയില്ല. അതിലാണ് ഞാൻ ഇരുന്ന് കിടന്ന് ഉറങ്ങിയത്. അവിടെ നിന്നാണ് വീണത്. ഇത്രയും ചെയ്തേണ്ടായി. ഇത്ര ഇരുന്ന് അയാളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് ദൈവം തന്ന ശിക്ഷയായിരിക്കാം ഈ തലയിലെ ഇടി ഇങ്ങനെ ചരിഞ്ഞ് വീണത്. പിന്നെ ഈ മുട്ടും കയ്യിൽ വേദന ചെറുങ്ങനെ ഭയങ്കരമായിട്ടല്ല. പക്ഷേ ഇത് ഇച്ചിരി കൂടിയല്ലോ വേദനയായിപ്പോയി. പിന്നെ പാമ്പൊക്കെ എൻ്റെ ശത്രുക്കളെ പൊളിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ നോ പ്രോബ്ലം, ഇവൾക്ക് അത്ര തന്നെ, ഇവൾക്ക് അത് വേണം എന്നുള്ള രീതിയിൽ. എൻ്റെ ഇവിടുത്തെ വൈദ്യൻ പറഞ്ഞു, കയ്യിലൊരു നൂല് കെട്ടുന്നത് നല്ലതാണ്, ഒന്ന് പൂജിക്കുന്നത് നല്ലതാണ്. എനിക്ക് കണ്ണീറുണ്ട് പോലും, എന്നെ വല്ലാണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പോലും. എനിക്ക് തോന്നുന്നു മറ്റേ ശത്രുസംഹാര പൂജ ഒക്കെ ചെയ്തു വിടുന്നുണ്ടാവും, മനസ്സിലായോ? മറ്റേ കുരുപ്പ് ചെയ്യുമോ അതെനിക്ക് ഉറപ്പുണ്ട്. ചെയ്യുമ്പം വേദനിക്കാതെ എനിക്ക് വേദന സഹിക്കാൻ വേദന ഇല്ലാണ്ട് കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പൈസ തരാം, നിങ്ങൾ ശത്രുസംഹാര പൂജ നടത്തുമ്പോൾ. പക്ഷേ ഇതുപോലെ വേദനിപ്പിച്ചിട്ട് കൊല്ലാതെ വയ്യ. വേദന എന്ത് സഹിക്കാനായിട്ട്? ഈ വേദനയൊക്കെ കൊണ്ട് എങ്ങനെ സഹിക്കും? പിന്നെ എൻ്റെ ഫേസിന് തകരാനാണ് ആകെപ്പാടെ. എനിക്ക് ഇത്ര ചെറിയ ഇച്ചിരിയല്ലേ ഗ്ലാമറുള്ളൂ. എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അസൂയപ്പെടുന്നതെന്നാണ്. ഞാൻ വല്ല ഐശ്വര്യ റായൊക്കെ പോലെ ഇരുന്നെങ്കിലോ. ഒരു 10% ഒരു ഭംഗി എനിക്ക് ദൈവം തന്നിട്ടുള്ളൂ. അതോ കവിളൊക്കെ ചാടിയിട്ട് വേണം. മറ്റേ 0 സൈസ് പോലുമല്ല. 0 സൈസുള്ളവരെ ഗ്ലാമറുള്ളൂ എന്നല്ല. ഞാൻ വലിയ 0 സൈസും
വലിയ നയൻതാരയൊക്കെ പോയിരുന്നെങ്കിൽ ഇവരുടെ എനിക്ക് തോന്നുന്നു പെട്രോൾ അയച്ച് കൊന്നേനെന്ന് തോന്നുന്നു. ഇങ്ങനെ പിന്നെ എന്താ പറയേണ്ടി വന്നേ, പക്ഷേ നമ്മുടെ അക്കാഡമി ആഗ്രഹിക്കുന്നത് നല്ല അടിപൊളി പെൺപിള്ളേരെയാണ് പഠിച്ചിറങ്ങുമ്പം. സത്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ചിറങ്ങുമ്പം സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകാനല്ലല്ലോ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഇപ്പം ഞാൻ തന്നെ ഒരു വലിയൊരു സംഭവം തുടങ്ങിയിട്ട് ഞാൻ ആഗ്രഹിക്കുക എന്താണ്, അത്രയും പൈസ തന്ന് പഠിപ്പിച്ചിട്ട് എൻ്റെ ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാം അതിനേക്കാളും കിടുവാവണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. ഞാനിപ്പോൾ അവർ ആ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സ്റ്റൈലിഷായിട്ട് വരണം, അതുപോലെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അവരെ പറയില്ല, ഫോഴ്സ് ചെയ്യില്ല എന്നേ ഉള്ളൂ. അപ്പം അവരങ്ങനെ ആഗ്രഹിക്കൽ മനസ്സിലായി. ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം ഞങ്ങൾ ചെയ്ത് തന്നത് തന്നെ ഇട്ടുകൊണ്ടൊക്കെ വന്ന് കാണണ്ടെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പറയില്ല, കാരണം പലരും പല ഇതൊന്നും വരുന്നതല്ലേ. പക്ഷേ അവർ ആഗ്രഹിച്ച രീതിയിൽ സ്റ്റുഡൻസായിട്ട് ഞാൻ വരും. ഒരിക്കലും ഇത് കയറി പറയാനും പറ്റും, എൻ്റെ അക്കാഡമിയിലെ സ്റ്റുഡൻ്റാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടാലോ. ഓരോരോ വർക്ക് കാണിച്ചിട്ട് ഞാൻ പറയും ഇത് ഇപ്പം തന്നെ ഞാൻ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഓരോ വർക്കുകളും പറയും, മനസ്സിലായോ അവരോട് തന്നെ. അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ ഒരു വർക്കുണ്ട്, മാമിനറിയാം എനിക്ക് അറിഞ്ഞുകൂടാത്ത ആ ഒരു വർക്കെന്ന്. എത്ര പഠിപ്പിച്ചിട്ടൊക്കെ കുച്ചോ പറഞ്ഞപ്പോൾ തല്ലിക്കൊല്ലായിരിക്കും എന്നെ. എന്തൊക്കെ ചോദിച്ചിട്ട് ആ വർക്ക് എനിക്ക് കിട്ടുന്നില്ല, അത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല, വാ തുറന്നില്ല, എനിക്ക് ആ വർക്ക് അറിയാത്തതുകൊണ്ട്. സോറി മാം. പിന്നെ അങ്ങനെ പാവം അയാളെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കണം, അയാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ദൈവം വന്ന ശിക്ഷ. എന്തായാലും അവിടെ ഒരു ഇതൊക്കെ വന്നു. നിങ്ങൾ കൂടോത്രം ചെയ്യുന്നുണ്ടെങ്കിൽ ചാവാൻ വേണ്ടി ചെയ്തു, പക്ഷേ ഇങ്ങനെ ഇടിച്ച് കള്ളി വീഴാൻ വേണ്ടി ചെയ്യരുതിട്ടാ. സഹിക്കാൻ പറ്റുന്നില്ലപ്പാ. ഇങ്ങോട്ട് വരുമ്പോഴും അതെ, കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. വീണൂന്ന് അവർ ചോദിക്കുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന്. ആമോ, എനിക്കൊരു ഓർമ്മയില്ല. അത്ര ഉറക്കം ബസ്സിനകത്ത്. എനിക്ക് ഉറങ്ങാനായിട്ട് എനിക്ക് സീറ്റ് തന്ന മാതിരിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോഴും. ബസ്സിൻ്റെ ഡ്രൈവറുടെ ബാക്ക് സീറ്റിലായിരുന്നു ഞാൻ ഇരിക്കുമ്പോഴേ. ഞാൻ ചേച്ചിയെ വിളിച്ച് ഞാൻ ചിരിക്കും, ചേച്ചി ദൈവമേ ഞാനെങ്ങാനും ഉറങ്ങി ഇയാളെ എങ്ങാനും അടിച്ച് ഇറക്കി വിടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇയാൾ തെറിച്ച് പുറത്ത് പോകുമെന്നും അറിയില്ല, എൻ്റെ കാലും കയ്യെങ്ങാനും കൊണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഡ്രൈവറുടെ തൊട്ട് ബാക്കിലായിരുന്നു എൻ്റെ സീറ്റ്. എന്നിട്ട് ഞാൻ എൻ്റെ ബാഗ് ഇങ്ങനെ വെച്ച് സുഖമായിട്ട് തല വെച്ച് ഞാനിങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. തിരിഞ്ഞും മറിഞ്ഞു ഇങ്ങോട്ട് തല വെച്ച് അങ്ങോട്ട് തല വെച്ചൊക്കെ കിടന്നു. ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. കാലിന് വേറെ ഇങ്ങോട്ട് വെച്ചെന്ന് അറിയില്ല, ഡ്രൈവറെ തലയ്ക്കെങ്ങാനും വെച്ചത് ഞാൻ തമ്പരാനറിയാം. വയസ്സായ ആൾക്കാരായതുകൊണ്ട് എൻ്റെ സഹിച്ചതാണോ എനിക്ക് അറിയില്ല, എന്തായാലും ഓർമ്മയില്ല. ഞാൻ അടിപൊളിയായിട്ട് കിടന്നു ഉറങ്ങി. അവർ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അമ്മ എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. പിന്നെ എന്നിട്ട് അത് വടകര ഉണ്ടായിരുന്നുള്ളൂ. വടകരയിൽ നിന്ന് അടുത്ത് കണ്ണൂർക്ക് ബസ് കയറി ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞാൻ 2 ചായ കുടിച്ചു. 2 ചായ കൊണ്ട് വെച്ചപ്പോൾ അയാളെന്നെ ഓടിച്ച രണ്ടാമത്തെ ആളെ എവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും ഞാൻ തനിയാന്ന് പറഞ്ഞു. അങ്ങനെ 2 ചായ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് 2 പഴംപൊരിയും കഴിച്ചു. പഴംപൊരിയൊന്നും തൊട്ടുകൂടാത്തയാണ്, അതും കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ കണ്ണൂർ എത്തിയപ്പോൾ ഡ്രൈവറാന്ന് തോന്നുന്നുണ്ട് തട്ടി വിളിച്ചു. എല്ലാവരും പോയി ഇറങ്ങി, ഞാൻ തന്നെ ഇരുന്ന് ഉറങ്ങുന്നു. ഉറക്കം, ഭയങ്കര ഉറക്കം. യാത്രയിൽ ഡെയിലിയാണ് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഉറങ്ങി തീരുമല്ലേ. വീട്ടിലാണെങ്കിലും ഉറക്കമില്ലാത്തത്. ഇത്ര അങ്ങോട്ട് ഇപ്പോൾ 200 സംതിങ് 150 രൂപേൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം അല്ലേ. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ പോകുന്നേരം നേരം വിളക്കുമ്പോൾ തിരിച്ചു വരാം. തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകുമ്പോൾ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് പോവാം. വീട്ടിലിരുന്ന് ഉറങ്ങണില്ലല്ലോ, ബസ്സിലിരുന്ന് ഉറങ്ങാം. ഗുഡ് ഐഡിയ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ബസ്സിൽ എനിക്ക് താങ്ങൂല. മറ്റേത് സീറ്റ് ചാഞ്ഞ് കിടന്ന് ഉറങ്ങിപ്പോകുന്ന ബസ്സിൽ അതിന് നോ പ്രശ്നം. ഇങ്ങനത്തെ ഇതല്ല. ഈ ബസ് ഞാനായിട്ട് ചേരുമെന്ന് തോന്നുന്നില്ല. ദൈവം എനിക്ക് സീറ്റ് കൊടുത്തരും, ഞാൻ ഇതുപോലെ വീണാൽ എന്താക്കും. എൻ്റെ ശത്രം കളിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ വേണോടി എന്ന് പറയുന്നുണ്ടാവില്ലേ. ടിം 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 ടിം. ആ 2 എന്നോ പോയി. ഒരു മാസത്തോളം അങ്ങോട്ട് പോയി. എന്നാലും ഞാൻ ഒറ്റളെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നു. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ.